സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിയോട് ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്ലാറ്റ്ഫോമിൽ നടത്തുന്ന ഈ പ്രത്യേക വെബിനാറിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിന്റെ ദാസൻ ബെന്നി മാത്യു നമ്മളോടൊപ്പം ഉണ്ട്. ഓവർ ടു ബെന്നി മാത്യു സർ. ഹല്ലേലൂയ. ആമേൻ. എൻ വിനകൾ തീർന്നിടാറായി എൻ പുരി കാണാറായി. ഹല്ലേലൂയ. എൻ പുരി കാണാറായി. ഓ എൻ വിനകൾ തീർന്നിടാറായി എൻ പുരി കാണാറായി. ഹല്ലേലൂയ. എൻ പുരി കാണാറായി. ഓ പ്രതിഫലങ്ങൾ ലഭിച്ചിടാറായി പൊന്മുടി ചൂടാറായി. ഹല്ലേലൂയ. പൊന്മുടി ചൂടാറായി. പ്രതിഫലങ്ങൾ ലഭിച്ചിടാറായി പൊന്മുടി ചൂടാറായി. ഹല്ലേലൂയ. പൊന്മുടി ചൂടാറായി. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ. വേഗം വരാറായി. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ. വേഗം വരാറായി. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ബുധനാഴ്ച ദിവസം വൈകിട്ട് 7 മണി മുതൽ 8 വരെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി എന്ന പ്ലാറ്റ്ഫോമിൽ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന അന്ത്യകാല പ്രവചനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ലണ്ടനിൽ നിന്ന് ഡോക്ടർ ബാബു ജോൺ വേട്ടമല നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവവചനത്തെ പൊരുൾ തിരിച്ച് അന്ത്യകാലത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ പൊരുൾ തിരിച്ചു തരുന്ന ഒരു ശുശ്രൂഷയായിരുന്നത്. അത് അനേകർക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചു. കഴിഞ്ഞ 26 വർഷമായി ലണ്ടനിൽ താമസിച്ചുകൊണ്ട് ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഡോക്ടർ ബാബു ജോൺ വേട്ടമല നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ട സാറിനെ ഞങ്ങൾ സദയം വെൽക്കം ചെയ്യുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഓവർ ടു യു സർ. സകല ലോകത്തിൻ്റെ രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായി സ്നേഹം അറിയിച്ചുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KT രാജൻ അവർകൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ് എന്തുമാത്രം ഇഫക്റ്റീവ് ആയിരുന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്കൊരു ബ്രീഫിംഗ് എന്നതായ പ്രിയ LK റോയ് സാറ്, നമ്മുടെ സ്നേഹിതനായ ബെന്നി മാത്യു സാറ്, കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന അന്ത്യകാല പ്രവചനങ്ങൾ, ഇതാണ് നമ്മുടെ ഫോക്കസ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞ പോലെ അവിടുന്ന് അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. തൻ്റെ ആലോചന ശാശ്വതമായും ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. ഇന്നത്തെ എൻ്റെ ഫോക്കസ് ഇസ്രയേൽ ഇൻ ദ എൻഡ് ടൈം എന്നാണ്. കഴിഞ്ഞ ദിവസം ഫോക്കസ് കൂടുതലും വാട്ട് ഹാപ്പൻസ് ടു ദി എനിമീസ് ഓഫ് ഇസ്രയേൽ ഇൻ ദി എൻഡ് ടൈം എന്നാണ്. അന്ത്യകാലമാകുമ്പോഴേക്ക് ഇസ്രയേലിന്റെ ശത്രുക്കൾക്ക് എന്ത് സംഭവിക്കും? ഇസ്രയേലിന്റെ ശത്രുക്കൾ അന്ത്യകാലത്ത് എന്ത് സംഭവിക്കും? അതായിരുന്നു കഴിഞ്ഞ ക്ലാസിന്റെ ഫോക്കസ്. അത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ ദി എനിമീസ് ഓഫ് ഇസ്രയേൽ എന്നുള്ളത് ഒരു ഡീറ്റെയിൽഡ് ടോപ്പിക്സ് ആണ്. ഗോഗ് മാഗോഗ് എന്നൊക്കെ കുറെ വാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ. അത് നമുക്ക് പൊരുൾ തിരിച്ചറിയേണ്ടതാണ്. ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇസ്രയേലിന് എന്ത് സംഭവിക്കും, ഇസ്രയേലിനോടുള്ള പ്രവചന നിവർത്തീകരണം എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിന്റെ അവസാനം ഇതെന്ന് പറഞ്ഞാൽ അന്ത്യകാലമാണ്. ഈ കാലഘട്ടത്തിൽ ഇസ്രയേലിന് എന്ത് സംഭവിക്കും നമ്മുടെ ഫോക്കസ്. അതിനാധാരമായിട്ട് ആദ്യം നമുക്ക് ഒരു സങ്കീർത്തനം വായിച്ചിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് വരാൻ ഞാൻ വിശ്വസിക്കുന്നു. 2-ാം സങ്കീർത്തനം 1 മുതൽ
5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യമായിട്ട് വയ്ക്കാം. 2-ാം സങ്കീർത്തനം 2-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. ബാബുപുര തന്നെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുത്താട്ടെ. ഫ്രാൻസിസ് ബാബുവിനെ അൺമ്യൂട്ട് ചെയ്ത് കൊടുത്താട്ട് അദ്ദേഹം വായിക്കും. യെസ് സർ. സ്തോത്രം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. ദൈവത്തിന്റെ ഫോർ നോളജിൽ എന്ത് അന്ത്യകാലത്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ അറിവിനെയാണ് ദൈവത്തിന്റെ ഫോർ നോളജ് എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ ഫോർ നോളജിൽ ദൈവത്തിന് അറിയാം ഇവരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത്. പക്ഷെ ദൈവജനത്തിനോ അറിയത്തില്ല. അതുകൊണ്ട് ദൈവം അതെല്ലാം നേരത്തെ തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു. അതിൽ ചില കാര്യങ്ങൾ മാത്രമേ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞുള്ളൂ. വാസ്തവത്തിൽ വാക്യങ്ങൾ എടുത്ത് ദീർഘമായി പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു ടോപ്പിക്സ് ആണ്. ഇപ്പോൾ ഈ വാട്ടർലെസ് പിറ്റ് എന്നൊരു പ്രയോഗമുണ്ട്. വാട്ടർലെസ് പിറ്റ്, വെള്ളമില്ലാത്ത കുഴിക്കകത്ത് ഇവന്മാർ ഒളിച്ചിരിക്കുമെന്ന്. എന്തോ ഈ വെള്ളമില്ലാത്ത കുഴിയെന്നറിയാമോ? ഗാസയുടെ അടിയിൽ പണിത് വച്ചിരിക്കുന്ന ടണല. മനസ്സിലായോ? ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി നെഞ്ചു വിരിച്ച് UN-ൽ കയറി ചെന്നിട്ട് നല്ല മിടുക്കനായിട്ട് അവിടെ നിന്ന് പ്രസംഗിച്ചു. അമേരിക്കക്കാരൻ്റെ പാർലമെന്റിൽ കയറിയും പ്രസംഗിച്ചു. കുറേ കക്ഷികൾ കുരുപൊട്ടി എഴുതിയിട്ട് പോയതല്ലാതെ ഒരാൾക്കും അയാളെ തൊടാൻ പറ്റിയില്ല. ഇസ്രയേലിന്റെ പട്ടാളക്കാർ യൂണിഫോം ഇട്ട് ആയുധം കൊണ്ട് മിടുക്കരായിട്ട് പകൽ വെളിച്ചത്ത് പട്ടാപ്പകൽ നിന്ന് യുദ്ധം ചെയ്യുക. ഇനിയും ഇവരോട് യുദ്ധം ചെയ്യുന്ന ശത്രുക്കൾ എവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് മീഖാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. മീഖായുടെ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. അവർ പാമ്പ് പോലെ പൊടി നക്കും, നിലത്തെ ഇഴജാതി പോലെ തങ്ങളുടെ ഗുഹകളിൽ നിന്ന് വിറച്ചും കൊണ്ടുവരും. പാമ്പിനെ പോലെ പൊടി നക്കി നിലത്തെ ഇഴജാതികളുണ്ടല്ലോ, പ്രാണികള്, കൃമികള്, അതിനെ പോലത്തെ പാമ്പിനെ പോലെ എഴഞ്ഞുകൊണ്ട് എവിടുന്ന് വരുന്നു? തങ്ങളുടെ ഗുഹകളിൽ നിന്ന് വിറച്ചും കൊണ്ടുവരും. ഗാസായിക്ക് അടിമുഴ ഗുഹ പണിത് വെച്ചിരിക്കുക. എന്നിട്ട് എന്തിനെ പോലെ നടക്കുന്നത്? പാമ്പിനെ. അവർ പേടിച്ചും കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ വരികയും നിന്നെ ഭയപ്പെടുത്തുകയും ചെയ്യും. അവർ പേടിച്ചുകൊണ്ട്. മനസ്സിലായി പറയുന്നത്? ഹമാസിനൊരു ഭയവുമില്ല, ഞങ്ങൾക്കൊരു ഭയമില്ല. ഈ ഭയമില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മരണത്തെ ഭയമില്ല. ഈ മരണത്തെ ഭയമില്ലെന്ന് പുള്ളിക്കാരലേക്ക് എവിടെ പോയിരിക്കുന്നത്? മണ്ണ് തുറച്ച് അതിൻ്റെ അടിയിൽ ഭൂമിക്കടിയിൽ പാടം ഉണ്ടാക്കിയിരിക്കുക. അവിടെ നിന്ന് പറയാം ഞങ്ങൾക്ക് മരണത്തെ ഭയമില്ല. എന്നാ പിന്നെ ഇറങ്ങി വേണം, പുറത്തിറങ്ങി വാ, മരണത്തെ ഏതായാലും നിങ്ങൾക്ക് പേടിയില്ലല്ലോ. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഇത് 21-ാം നൂറ്റാണ്ട്. നൂറ്റാണ്ടുകൾ എത്രയോ മുമ്പ് സ്വർഗസ്ഥനായ ദൈവം തൻ്റെ പുസ്തകത്തിൽ നീ ഇരിക്കുന്ന ഈ തുരങ്കമുണ്ടല്ലോ, ഈ പാമ്പിനെ പോലെ പൊളഞ്ഞു പോകുന്നത്, അതിനെപ്പറ്റി ഒരു എഴുതി വച്ചിട്ടുണ്ട്. ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. ഇനിയാണ് ഇസ്രയേൽ ഇൻ ദ എൻഡ് ടൈം. ഈ എൻഡ് ടൈമിൽ ഇസ്രയേലിന് എന്ത് സംഭവിക്കും എന്നുള്ള വിഷയമാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ടൈം കുറച്ച് കൂടുതലായിരുന്നു എന്നുള്ള വ്യാപകമായ പരാതി എനിക്ക് കിട്ടി. അണ്ട് ഈ പ്രാവശ്യം തീർച്ചയായിട്ടും ടൈം അത്രയും പോകത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 8:30 നിർത്തിയില്ലയോ? ഈ പ്രാവശ്യം നമുക്ക് 9 മണിക്കാണ് പറഞ്ഞിരുന്നില്ലയോ? 9:30 ആകത്തില്ല, തീർച്ചയായിട്ടും 9:30 ആകത്തില്ല. Thank you, sir. I'll try to leave it
ആസ് ക്വിക്ലി ആസ് പോസിബിൾ. യെസ്, ഐ നോ ദ ലിമിറ്റ്സ്. നമ്മുടെ നെറ്റിൻ്റെ ലിമിറ്റുണ്ട്, നമ്മുടെ ക്ഷമയുടെ ലിമിറ്റുണ്ട്, നമ്മുടെ സമയത്തിൻ്റെ ലിമിറ്റുണ്ട്, നമുക്ക് ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്. യെസ്, ഐ എം പ്രിറ്റി അവെയർ ഓഫ് ഇറ്റ്. ഈ ഇസ്രയേലിന് എന്ത് സംഭവിക്കുന്നുള്ളത്, 7 കാര്യങ്ങൾ എൻഡ് ടൈമിൽ ഇസ്രയേലിന് സംഭവിക്കും. 7 things will happen to Israel in the end time. ആ 7 കാര്യങ്ങൾ ആദ്യമേ ഞാൻ അക്കമിട്ട് എണ്ണി പറയാം. അതിൻ്റെ അർത്ഥം, ഈ 7 കാര്യങ്ങൾ ഞാൻ ഇന്ന് തീർത്തില്ലെങ്കിലും ഈ 7 കാര്യങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ദീസ് ആർ ദ 7 things to happen. കാര്യം നമ്മുടെ ടൈം ലിമിറ്റ് അനുസരിച്ച് ഞാൻ ഇന്ന് ക്രോസ് ചെയ്യത്തില്ല. അപ്പം ഇൻ കേസ് ഐ ഡോണ്ട് ഫിനിഷ് ഈ 7 കാര്യങ്ങൾ ആദ്യം പറയാം. The first thing, Israel will be repatriated. ഇസ്രയേൽ വീണ്ടും തങ്ങളുടെ സ്വന്തം രാജ്യത്ത് സിറ്റിസൺസായി മാറ്റപ്പെടും. അതിനെ റീപാട്രിയേറ്റഡ് എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം, ഇസ്രയേൽ വിൽ ബി സെറ്റിൽഡ്. അവർക്ക് ധാരാളം സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നമുക്ക് അത് അത്രയും പെട്ടെന്ന് മനസ്സിലാകത്തില്ല. കാരണം കേരളത്തിൽ നമ്മൾ താമസിക്കുന്ന പോലെയോ ലോകത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും താമസിക്കുന്നത് പോലെ അല്ല ഇസ്രയേൽ അവരുടെ രാജ്യത്ത് താമസിക്കുന്നത്. അതിന് കിബൂട്ട്സ് എന്ന് പറയും. കിബൂട്ട്സ്, KIBUTS. കിബൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇസ്രയേലി ഗ്രാമങ്ങൾ എന്നാണ്. ഗ്രാമങ്ങൾ. ഒരു ഗ്രാമത്തിൽ 50 മുതൽ 150 വരെ വീടുകളെ ഉണ്ടായിരിക്കത്തുള്ളൂ. ആ ഗ്രാമത്തിന് ചുറ്റും വലിയ വേലിയുണ്ട്, മതിലുണ്ട്, ഇലക്ട്രിക് ഫെൻസ് ഉള്ളതാണ്. അത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കയറാനും ഇറങ്ങാനും ഒക്കുമെന്നല്ലാതെ പുറത്തുനിന്ന് ആർക്കും അതിനകത്ത് അതിക്രമിച്ച് കയറാൻ പറ്റത്തില്ല. പ്രൊട്ടക്റ്റഡ് ആയി വില്ലേജസ് ആണ് ഇസ്രയേൽ കിബൂട്ട്സ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മളെവിടെയെങ്കിലും താമസിക്കുന്നതല്ല ഇസ്രയേൽ താമസിക്കുന്നത്. അതിനാണ് ഇസ്രയേൽ വിൽ ബി സെറ്റിൽഡ് എന്ന് പറയുന്നത്. കിബൂട്ട്സുകൾ വീണ്ടും പണിയപ്പെടും. മൂന്നാമത്തെ കാര്യം, ഇസ്രയേൽ വിൽ ബി അറ്റാക്ഡ്. അവരുടെ സ്വന്തം രാജ്യത്ത് അവർ ഏറ്റവും അധികം ശത്രുക്കളാൽ ആക്രമിക്കപ്പെടും. വിദേശികളാൽ, അന്യരാജ്യക്കാരാൽ ആക്രമിക്കപ്പെടും. അതാണ് മൂന്നാമത്തെ കാര്യം എൻഡ് ടൈമിൽ ഇസ്രയേലിന് സംഭവിക്കുന്നത്. നാലാമത്തെ കാര്യം, ഇസ്രയേൽ വിൽ ബി പ്രൊട്ടക്റ്റഡ്. ഒരു മനുഷ്യൻ എത്ര ചിന്തിച്ചാലും അവൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകാൻ കഴിയാത്ത രീതിയിൽ സ്വർഗസ്ഥനായ ദൈവം ഇസ്രയേലിനെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇനിയും അടുത്തത് 5 കാര്യം ഞാൻ പറഞ്ഞു. അടുത്തത്, ഇസ്രയേൽ വിൽ ബി ഡിസീവ്ഡ്. ഇസ്രയേൽ വഞ്ചിക്കപ്പെടും. ആൻഡ് ദ ലാസ്റ്റ് തിങ്, ഇസ്രയേൽ വിൽ ബി സേവ്ഡ്. ഒരു ജാതി ഒന്നിച്ച് പിറക്കുമോ എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അത്ഭുതകരമായ രീതിയിൽ ഒരു വലിയ ജനനം, റീബർത്ത് പോലെ they will be saved. ഈ 7 കാര്യങ്ങളാണ് എൻഡ് ടൈമിൽ ഇസ്രയേലിന് സംഭവിക്കേണ്ടിയിരിക്കുന്നത്. 6 ആയെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഏതായി വിൽ ബി സേവ്ഡിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു എന്ന് എനിക്ക് വിട്ടുപോയതാണ്. ഇസ്രയേൽ വിൽ കൺവേർട്ടഡ്. മുഴുവൻ ഇസ്രയേലും യേശു ക്രിസ്തുവിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. ഇസ്രയേൽ വിൽ ബി കൺവേർട്ടഡ്. ദ ലാസ്റ്റ് ഇസ്രയേൽ വിൽ ബി സേവ്ഡ്. ഓക്കെ, താങ്ക് യു ഫോർ റിമൈൻഡിങ് മീ. ഞാനും കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിച്ച ആളാണ്, അപ്പം ഓർമ്മയൊക്കെ ഇപ്പോൾ കുറച്ച് വരുന്നുണ്ട്. താങ്ക് യു. സോ ലെറ്റ്സ് കം ബാക്ക്. ഈ റിപ്പാട്രിയേറ്റഡ് എന്ന വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ഇസ്രയേലിൻ്റെ മണ്ണ് ദൈവം ഇസ്രയേലിന് കൊടുത്ത മണ്ണ്. എന്തുവാ അതിന് തെളിവ്? അതിന് തെളിവായിട്ട് നമുക്ക് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം, പ്ലീസ്. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. നിന്നെ കൊണ്ടുപോകുന്ന യെസ്, അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം.
കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനും ഉള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. മതി. അപ്പൊ നമുക്ക് ദൈവം ഈ നല്ല ദേശത്തേക്ക് അവരെ കൊണ്ടുവന്ന് ദൈവം തന്നെ പറഞ്ഞു ഇത് ഇസ്രയേലിന്റെ മണ്ണാണെന്ന്. അപ്പം ഈ ദേശം ഇസ്രയേലിന്റെ ആണെന്ന് ആര് പറഞ്ഞു? ഇത് ഞങ്ങളുടെ മണ്ണാണ്, ഇസ്രയേലിന്റെ ആണെന്ന് ആര് പറഞ്ഞു? മറുപടി, ഇതാരാ ഈ ഭൂമി സൃഷ്ടിച്ചത്? ഈ ഭൂമി സൃഷ്ടിച്ചത് ആരാണ്? സ്വർഗസ്ഥനായ ദൈവം. അപ്പൊ സൃഷ്ടാവ് പറഞ്ഞത് ഇന്നാരുടെ മണ്ണാണെന്ന്. ഇനി വേറെ ആരാ അതിനപ്പുറം പറയേണ്ടത്? ഇനിയും രസകരമായ രണ്ട് കാര്യങ്ങളോട് ഞാൻ അതിനോട് ആഡ് ചെയ്യാൻ പോവാം. നമ്മൾക്ക് ഈ മണ്ണിനോട് ചോദിക്കാം, ലെറ്റ് us ask this soil, നിങ്ങൾ ആരുടെ മണ്ണ്? ഈ മണ്ണിന് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ മണ്ണ് നമ്മളോട് പറയുമായിരുന്നു, ഞങ്ങൾ ഇസ്രയേലിന്റെ മണ്ണാണ്, നീ ഇസ്രയേൽക്കാരനല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരരുത്, എൻ്റെ സ്വഭാവം നീ അറിയുമെന്ന്. പക്ഷെ പാവം മണ്ണിന് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ വാക്കും ഭാഷണവും കൂടാതെ ആ മണ്ണ് ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്, ഇത് ഇസ്രയേലിന്റെ മണ്ണാണ്, മറ്റുള്ളവൻ ഇങ്ങോട്ട് കയറി വന്നേക്കരുതെന്ന്. അത് ഞാൻ തെളിയിച്ചറിയാം ഇപ്പൊ കേട്ടോ. മൂന്നാമത്തെ കാര്യം, ഇസ്രയേലിന്റെ മുകളിൽ ഒരു ആകാശമുണ്ട്. ആകാശം, ഈ ആകാശത്തിന്റെ പണി എന്തുവാ? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ പ്രസ്താവിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, അല്ലേ? അപ്പൊ ഈ ആകാശം മനുഷ്യനോട് പറയാ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് ഇസ്രയേലിന്റെ മണ്ണാണ്, ഇവിടെ വന്നുകൊണ്ട് കാഴ്ചകൾ കാണുകയോ വല്ലതും ചെയ്യേണ്ട പൊക്കോണം, പിന്നെ യോർദാനിൽ ഇറങ്ങി ഒന്ന് മുങ്ങണമെന്നോ വല്ലതും തോന്നുകയാണെങ്കിൽ ഗലീലെ കടയിൽ കൂടെ ഒന്ന് ബോട്ടെ പോകണം, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കറങ്ങി നടക്കരുത്, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോണം എന്ന് ഇസ്രയേലിന്റെ ആകാശവും മനുഷ്യനോട് പറയുക. ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഐ മസ്റ്റ് ബി സ്പീക്കിംഗ് ഫണി എന്ന്. നമുക്ക് മണ്ണിന്റെ കാര്യത്തിലേക്ക് വരാം. ആദ്യമായിട്ട് ഇസ്രയേലിന്റെ ആ ലാൻഡ്സ്കേപ്പ് നിങ്ങളെടുത്ത് നോക്കി, ഞാനിപ്പം ഇതൊന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് പോലാണ് ഇസ്രയേൽ കണ്ടാലിരിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ ഒരു ഭാഗം, അതായത് നമ്മുടെ പടിഞ്ഞാറൻ ഭാഗം മുഴുവനും കടലല്ലേ, കംപ്ലീറ്റ് കടലല്ലേ. ഇതുപോലെ പടിഞ്ഞാറ് സൈഡ് മുഴുവനും കടലാണ് ഇസ്രയേലിൻ്റെ. ഇനിയും അതിൻ്റെ വടക്ക് മധ്യഭാഗം, പടിഞ്ഞാറ് തെക്ക് ഭാഗം എന്ന് പറയുന്നുണ്ടേ. ഈ വടക്കെന്ന് പറഞ്ഞാൽ അപ്പർ ഗാലിലി മുതൽ നമ്മളിങ്ങനെ താഴോട്ട് സമരിറ്റൻസ് ലാൻഡ് വരെ നമ്മൾ എടുക്കുമ്പോൾ ഭയങ്കര ഫലഭൂയിഷ്ടമായ നാളാണ്. ഞാനിപ്പോൾ ഈ വായിച്ച് കേട്ടതുപോലെ ഈ പറഞ്ഞ എല്ലാ പഴങ്ങളോടുണ്ട്. ഇനി കുറച്ചുകൂടെ താഴോട്ട് വന്നാൽ ലോകത്തിലെ ഏറ്റവും വരണ്ട ഊഷരഭൂമിയാണത്. മനുഷ്യൻ ചെരുപ്പിട്ട് പോലും നടക്കാനൊക്കത്തില്ല. അവിടുത്തെ കല്ലെന്ന് പറഞ്ഞാൽ ഇരുമ്പാണിയൊക്കെ മൂർച്ചയുള്ളത്. തുളച്ച് കയറിയിട്ട് മനുഷ്യൻ ചത്തു, നടക്കാൻ പറ്റത്തില്ല. അത്ര ഭയങ്കര ചൂടും അതിഭയങ്കരമായ വരൾച്ചയും വെള്ളമെന്ന് പറയുന്ന സാധനം കണി കാണാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് സൗത്തിലോട്ട് വരുന്നത് മുഴുവനും. ഇതാണ് ഇസ്രയേലിൻ്റെ മണ്ണ്. ഇനിയും ഈ മണ്ണിനൊരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു യഹൂദൻ അവിടെ കാലെടുത്ത് വെച്ചാൽ അവൻ്റെ കാല് കണ്ടാൽ മതി, മണ്ണ് നല്ലതുപോലെ ഫലപുഷ്ടമായി തീരും, അതിഭയങ്കരമായ ഫലപുഷ്ടമായി തീരും. ഇന്ന് നിങ്ങൾക്കറിയാമോ, ലോകം മുഴുവൻ വേൾഡ് മാർക്കറ്റിൽ വിൽക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ 50% പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇസ്രയേൽ എന്ന കുഞ്ഞു രാജ്യമാണ്. കേരളത്തിന് അത്രയില്ല. ആ കുഞ്ഞു രാജ്യം ലോകത്തിന് മുഴുവൻ വേൾഡ് മാർക്കറ്റിൽ 50% ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറയുമ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ അതിൻ്റെ ഫ്രൂട്ട്ഫുൾനെസ് എന്താണെന്ന്. എന്നാൽ AD 70 തീത്തോസ് കൈസർ വന്ന് യെരുശലേം നശിപ്പിച്ചിട്ട് ഇവരെ അവിടുന്ന് ഇറക്കി വിട്ടപ്പം, യഹൂദിനെ നാട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പം മണ്ണും കടകൂട്ടി. ഒരു സാധനം ഇവിടെ ഇനി മുളപ്പിക്കത്തില്ലെന്ന് മണ്ണ് തീരുമാനിച്ചു. കേട്ടോണേ, യാതൊരു സാധനം ഈ മണ്ണി മുളയ്ക്കത്തില്ല. എന്തൊഴികെ
മൂർത്ത മുള്ളുള്ള കുറെ മുൾച്ചെടികൾ ഒഴിച്ച് വേറെ യാതൊരു സാധനവും ഈ മണ്ണിൽ മുളപ്പിക്കത്തില്ലെന്ന് മണ്ണ് തീരുമാനിച്ചു. അപ്പൊ യഹൂദനെ അടിച്ചു ഓടിച്ചു വിട്ടല്ലോ. ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കേട്ടോ, അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എന്തെല്ലാം ഫ്രൂട്ട്സ് ആണ് പറിച്ചു നിന്ന്, പഴവും നിന്ന്, വെജിറ്റബിൾസ് നിന്ന്. എൻ്റെ കർത്താവേ, പാലും തേനും ഒഴുകുന്ന നാടല്ലയോ, നല്ല പാലും തേനും ഒക്കെ കുടിച്ച് നല്ല മിടുക്കന്മാരാകുന്നുണ്ട്. ഒരുപാട് കക്ഷികൾ അങ്ങ് കയറി ആടിനെയൊക്കെ കൊണ്ടുവരിക തീറ്റാനായിട്ട് കേട്ടോ. പക്ഷെ പറ്റിയ കുഴപ്പമെന്നറിയാമോ? ഒരു സാധനം ഈ മണ്ണ് പ്രൊഡ്യൂസ് ചെയ്തില്ല. ഇവൻ എത്ര മമ്മട്ടിയിട്ട് വെട്ടിയെന്നില്ല, അവൻ്റെ നടുവടിയല്ലാതെ. നോക്കിക്കോണം, AD 70 മുതൽ, ശ്രദ്ധിച്ചോണം, AD 70 മുതൽ 1857 യഹൂദൻ അവിടെ സെറ്റിൽമെന്റിന് വേണ്ടി, അന്ന് രാജ്യമില്ല, സെറ്റിൽമെന്റിന് വേണ്ടി തിരിച്ചു വരുന്നത് വരെ ഈ മുൾച്ചെടിയല്ലാതെ ഒരു സാധനം അവിടെ ഉണ്ടാകത്തില്ല. ഇനിയും അതിന്റെ സർപ്രൈസ് കേട്ടോണ്ട്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ, യഹൂദന്മാർ വന്നു, ഒരു 100-150 പേര് കൂടി വന്നു, കുറേ സ്ഥലം മേടിച്ചു, കൃഷി ചെയ്യാൻ തുടങ്ങി. യഹൂദന്റെ കാല് ചവിട്ടിയാൽ ഇഷ്ടം പോലെ കൃഷിയാണ്. മണ്ണങ്ങ് ഫെർട്ടൈൽ ലാൻഡ് ആയി കഴിഞ്ഞു. അതാ ഈ നടന്നു പോകാൻ വയ്യാത്ത ഈ മൂർത്ത ഈ ആണി പോലുള്ള കല്ല് മാത്രമുള്ള മണ്ണങ്ങ് ഫെർട്ടൈലായി. അതിൻ്റെ അതിൻ്റെ അപ്പുറത്ത് ആരുടെ മണ്ണ്? ആരബ്സിന്റെ മണ്ണ്. അതിനകത്ത് ഒരു സാധനം, ഒരു കുടിവാഴ വെക്കാൻ പറ്റത്തില്ല, മുളയ്ക്കത്തില്ല. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ ഇതൊക്കെ ചുമ്മാ ബെഡായി അടിക്കുകയില്ലയോ, ഈ പറയുന്നതിൽ വല്ലതും ശരിയുണ്ടോയെന്ന്. ഇപ്പം ഞാൻ പറയുമ്പം നിങ്ങൾ ഇസ്രയേലിൻ്റെ ലാൻഡ്സ്കേപ്പിനെ പറ്റി ഒരു അന്വേഷണം നടത്തുക. ഇതാ, ഒരു മതിലിൻ്റെ അപ്പുറം ഇപ്പുറമാണ് ഗാസയും ഇസ്രയേലും. ഒരു മതിലിൻ്റെ അപ്പുറം ഇപ്പുറം ഗാസയും ഇസ്രയേലും. ഗാസയിൽ നോക്ക്, ഒരു കുടിവാഴ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഒരു കാന്താരി കൊല്ലെന്ന് നിൽക്കുക, മുളക് ചെടി, ഒരു മുളക് ചെടി നിങ്ങൾക്ക് കാണിച്ചു തരാമോ? എന്തെങ്കിലും ഒരു പച്ചച്ചെടി അവിടെ വളർന്നിട്ട് കാണിച്ചു തരാമോ? ഇല്ല, വളരത്തില്ല. ആ മതിലിന്റെ തൊട്ടപ്പുറത്തോ, ഈ മതിലിന്റെ തൊട്ടപ്പുറത്തോ ഇസ്രയേലിന്റെ മണ്ണ. ഏതുപോലെ? ഏതും തോട്ടം പോലെ വിളഞ്ഞു കിടക്കുക. അപ്പൊ ഈ മണ്ണ് എന്താ ലോകത്തോട് പറയുന്നത്? ഈ മണ്ണ് ലോകത്തോട് പറയുന്നത്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് ഇസ്രയേലിന്റെ മണ്ണ്. ഇവിടെ വേറെ ഒരുത്തനും ഇവിടെ വന്ന് എന്തൊക്കെ കസർത്ത് കാണിച്ചാലും നടക്കത്തില്ല. ഞങ്ങൾ ഈൽഡ് ചെയ്യത്തില്ല, ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. ഇനി അടുത്ത ഞാൻ പറഞ്ഞത് ആകാശത്തിന് ലോകത്തുള്ള സകല മനുഷ്യരോടും പറയാൻ ഒരു വാർത്ത ഉണ്ടെന്നറിയാമോ? ഈ മണ്ണ്, ഇത്രയും കാണുന്ന ഇത് ഇസ്രയേലിൻ്റെ. അവരവിടെ വരാമെങ്കിൽ ഇഷ്ടം പോലെ മഴ ഞാൻ തരാം. മനസ്സിലായോ? അവനെ ഇറക്കി വിട്ടാൽ മഴയൊന്ന് നിൽക്കും, അവൻ തിരിച്ചു വന്നാൽ മഴ പെയ്യും. ഇതിൻ്റെ എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ന് എനിക്ക് നിങ്ങളോട് തരാനുള്ളത്. ഇപ്പം മുഖവര പറഞ്ഞതേ ഉള്ളൂ, ഇതിൻ്റെ എല്ലാം കണക്കാണ് എനിക്ക് തരാനുള്ളത്. ഇസ്രയേൽ വന്നാൽ അവിടെ മഴയുണ്ട്, യഹൂദൻ വന്നില്ലെങ്കിലോ അവിടെ മഴയില്ല. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ എന്താ കാണിക്കുന്നത്? ഇതൊക്കെ കാണിക്കുന്നത് ഈ മണ്ണ് യഹൂദന്റെ ആണെന്നാണ്. ഇനി ഇസ്രയേൽ ഇൻ ദി എൻഡ് ടൈം, ഇസ്രയേൽ ഇൻ ദ എൻഡ് ടൈം എന്നുള്ള നമ്മുടെ ടോപ്പിക്സ്. ഇവിടെ നമ്മൾ പുറകെ പോകുന്നേ, ആർ ദർ എനി ന്യൂ സൈൻ that indicate that we are in the end time? നമ്മൾ എൻഡ് ടൈമിലാണ് എന്നുള്ളതിന് എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? ആളുകൾ പറയും ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ, മഹാമാരികൾ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അന്ത്യകാലത്താണ് എന്ന് മനസ്സിലായിക്കോണമെന്ന്. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ലോകാരംഭം മുതൽ യുദ്ധം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ക്ഷാമങ്ങളും ഉണ്ടായിട്ടുണ്ട്, അങ്ങിങ്ങ് ഭൂകമ്പങ്ങളും ഉണ്ടായിട്ടുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇതിനോടകം ഒരു 60-ലധികം ഇന്റർനാഷണൽ വാർസ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി ദേശീയ യുദ്ധങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നാച്ചുറൽ കലാമിറ്റീസോ ഡിസാസ്റ്റേഴ്സോ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ ഭൂകമ്പം ഈ ഒരു നൂറ്റാണ്ടായിട്ട് അതിൻ്റെ നമ്പർ കുറവാണെങ്കിലും ഭൂകമ്പത്തിൽ മരിച്ച ആളുകളുടെ എണ്ണം വളരെ അധികമാണ് ഇപ്പോൾ. അതിൻ്റെ പ്രധാന കാരണം ഈ ഭൂകമ്പം നടക്കുന്ന സോണിൽ ഒരുപാട് ആളുകൾ ഇന്ന് താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഇസ്രായേലുമായി സംബന്ധിച്ച് രണ്ട് പ്രധാന കാര്യങ്ങൾ എൻഡ് ടൈമിനെ കണക്ട് ചെയ്ത് കാണേണ്ടതാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ റീപാട്രിയേഷൻ ഓഫ് ഇസ്രയേൽ, അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ നഷ്ടപ്പെട്ടു പോയ മണ്ണിൽ അവർക്ക് പൗരന്മാരായിട്ട് വീണ്ടും തിരിച്ചു വരുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവർക്ക് നഷ്ടപ്പെട്ട മണ്ണിൽ പൗരന്മാരായിട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം മനസ്സിലാക്കണം, ഈ 20th സെഞ്ച്വറി മാർക്ക് ചെയ്ത രണ്ട് പ്രധാന കാര്യങ്ങൾ. ഒന്ന്, 1948 ഇസ്രയേൽ രാജ്യം നിലവിൽ വന്നു. ഇസ്രയേൽ രാജ്യം നിലവിൽ വന്നപ്പോൾ 1948 മുമ്പുള്ള ഒരു വേൾഡ് മാപ്പ് എടുത്തു നോക്കിയാൽ ഇസ്രയേൽ എന്നെഴുതി കാണുന്ന ഒരു സ്ഥലം അന്ന് വേൾഡ് മാപ്പിൽ ഇല്ലായിരുന്നു. ഇന്ന് വേൾഡ് മാപ്പ് എടുത്തു നോക്കിയാൽ ഇസ്രയേൽ എന്ന് എഴുതി കാണുന്ന ഒരു സ്ഥലമുണ്ട്. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ലാൻഡ്മാർക്ക്, പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 1967 കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, 1967 യെരൂശലേം വീണ്ടും ഇസ്രയേലിൻ്റെ കയ്യിലായിത്തീർന്നു. യെരൂശലേം ഇസ്രയേലിൻ്റെ കയ്യിലായിത്തീർന്നു. യെരൂശലേം ഇസ്രയേലിൻ്റെ കയ്യിലായിത്തീർന്ന ശേഷം സംഭവിച്ചത്, വേൾഡിലെ ഏറ്റവും പ്രോസ്പെറസ് ഇക്കോണമിയായി ഇസ്രയേൽ മാറി എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും സമ്പദ് സമൃദ്ധമായ ഒരു സമ്പദ്ഘടനയായിട്ട് ഇസ്രയേൽ മാറി. ഇവ 2006 നിങ്ങൾ ഓർക്കുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് 2006 ശേഷമല്ലേ ജനിച്ചത്? CJ തോമസ് അച്ചാനാന്ന് തോന്നുന്നു അതിന് ശേഷം ജനിച്ചല്ലയോ? യെസ്. അപ്പോൾ അച്ചാൻ ഓർമ്മ കാണാൻ സാധ്യതയില്ല, മറ്റുള്ളവരുടെ കാര്യം പറയാം. 2006 ലോകം മുഴുവൻ ഒരു ഇക്കണോമിക് റിസഷൻ ഉണ്ടായി. അതിന് സാമ്പത്തിക മാന്ദ്യം എന്ന് പറയും. ഒരുപാട് രാജ്യങ്ങൾ തരിപ്പണമായി, ഒരുപാട് കമ്പനികൾ തകർന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു, വലിയ വലിയ സാമ്പത്തിക മാന്ദ്യം ലോകം മുഴുവൻ ഉണ്ടായി. ലോകം മുഴുവനും ഈ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിട്ടും ഒരു കുഴപ്പം പറ്റാതിരുന്നത് ഇസ്രയേൽ എന്ന ചെറിയ രാജ്യത്തിനാണ്. ദേ ഹാഡ് നോ പ്രോബ്ലം. ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ഒരു പ്രോബ്ലം ഇല്ലാതെ അതിനെ അതിജീവിക്കുന്നതിന് കഴിഞ്ഞു എന്നുള്ളത് ഇസ്രയേലിൻ്റെ സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി വാട്ട് അബൌട്ട് മിറക്കിൾസ്? ഇസ്രയേൽ എന്ന രാജ്യം, അതിൻ്റെ റീപാട്രിയേഷൻ എന്ന് പറയുന്നത് വീണ്ടും ഒരു സാമ്രാജ്യമായിട്ട് മാറി. സ്കൂൾ സിലബസിൽ ഇസ്രയേൽ എന്ന സംഗതി അവരുടെ സ്കൂൾ കുഞ്ഞുങ്ങളുടെ അറ്റ്ലസിനകത്ത് തിരികെ വന്നു, ഭൂപടത്തിൽ തിരികെ വന്നു, സിലബസിൽ ഇസ്രയേൽ എന്ന രാജ്യം തിരികെ വന്നു. സോ ഇത് പറയുമ്പോൾ ആൾക്കാർ പറയും, വെൽ ദാറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഇവന്റ്. അതൊരു പൊളിറ്റിക്കൽ ഇവന്റ് ആണ്. ചിലർ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ആക്സിഡന്റ് ആണെന്ന് പറയുന്നത് കേട്ടോ. ഒരു പൊളിറ്റിക്കൽ ആക്സിഡന്റ് അങ്ങനെ പറയാൻ ഒരുപാട് ക്രിസ്ത്യാനികൾ അങ്ങനെ തന്നെ പറയുന്നത്. They say first, it is a response to the Holocaust, and it happened in the same decade, 1942. 1942 ഒരു വലിയ ഹോളോകോസ്റ്റ് ഉണ്ടായി. ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ 60 ലക്ഷം യഹൂദന്മാരെ ഈ പോയിസൺ ചേംബറിനകത്തിട്ട് കൊന്നുകളഞ്ഞ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു മേർഡർ ആയിരുന്നു ഹോളോകോസ്റ്റ്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. ബെന്നിച്ച് മാത്രമേ ഓർക്കാതിരുന്നു. കാര്യം ബെന്നിച്ചിന് ഹിസ്റ്ററി പഠിക്കുന്ന പണ്ടേ ഇഷ്ടമല്ല. അതുകൊണ്ട് ഹിസ്റ്ററി ക്ലാസ് വരുന്നതിന് ബെന്നിച്ച് പല പാട്ടും മൂളിക്കൊണ്ടിരിക്കും. അല്ലെ അവിടെ നിന്ന് ശരിയല്ലേ ബെന്നിച്ച് ഞാൻ പറഞ്ഞേ? അതുകൊണ്ട് ഹോളോകോസ്റ്റിൻ്റെ കാര്യം എല്ലാം ബെന്നിച്ച് പറഞ്ഞു. ബാക്കി എല്ലാവരും ഓർക്കുന്നുണ്ട് വിശ്വാസം. അപ്പോൾ ഈ ഹോളോകോസ്റ്റ് ഒരു വലിയ ചോദ്യചിഹ്നമാണ് കേട്ടോ. ഈ ഹോളോകോസ്റ്റിനെ തന്നെ നമ്മൾ ക്രിസ്ത്യാനികൾ വ്യാഖ്യാനിക്കുന്നത് ഒരു തെറ്റായ രീതിയിലാണ്. ഇതിൻ്റെ ടോപ്പിക്സ് അല്ല ഇന്നത്തെ, പക്ഷേ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോവാം. മറ്റൊരിക്കലും എനിക്ക് പറയാൻ സമയം കിട്ടാത്തത്. നമ്മൾ പറയുന്നത് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് പീലാത്തോസ് പറയുന്നു, ഈ നീതിവാൻ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന്. അപ്പോൾ യഹൂദന്മാർ പറയുന്നു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെന്ന്. അന്ന് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിന് വേണ്ടി വിസ്താര സമയത്ത് ഇവൻ്റെ രക്തം ഞങ്ങളുടെ മേലും
ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് പറഞ്ഞതുകൊണ്ടാണ് ഹോളോകോസ്റ്റ് സംഭവിച്ച് 60 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടത്. ഇങ്ങനെയുള്ള പ്രസംഗം കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രവചന വ്യാഖ്യാതാക്കളൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ പെന്തക്കോസ്റ്റ് കൂട്ടായ്മ, നമുക്കാർക്ക് പിന്നെ അതിനും താല്പര്യമില്ല, മറ്റു സഭക്കാർക്കും പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ശരിക്കും നമ്മൾ ഹിസ്റ്ററി പഠിച്ചാൽ തെറ്റാണെന്ന് പറയാൻ കാര്യം, യഹൂദന്മാർ അവിടെ ചെന്ന് യൂറോപ്പ് മുഴുവൻ പടർന്നിട്ട്, പ്രത്യേകിച്ച് ജർമ്മനി മുഴുവൻ അവർ പിടിച്ചടക്കിയിട്ട് അവരുടെ ബിസിനസ് ടാറ്റിക്സിൻ്റെ മുമ്പിൽ ഒരാൾക്കും പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. യഹൂദൻ്റെ ബിസിനസ് തുടങ്ങിയാൽ ഒരാൾക്കും അവൻ്റെ ബിസിനസ് ടാറ്റിക്സിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അപ്പോൾ കർത്താവ് അനുഭവിച്ച നമ്മുടെ KT രാജൻ പാസ്റ്റർ ഇനി ഒന്നുകൂടി ഇങ്ങോട്ട് വരുമെന്ന് എൻ്റെ വിശ്വാസം. പാസ്റ്റർ വരത്തില്ലയോ? കഴിഞ്ഞ പ്രാവശ്യം പാസ്റ്റർ ഞാൻ തീരെ വയ്യാതിരിക്കുക ഓർക്കുന്നില്ലേ? അപ്പോൾ എനിക്ക് എങ്ങും പാസ്റ്റർ കൊണ്ടുവന്നിട്ടില്ല. അടുത്ത പ്രാവശ്യം പാസ്റ്റർ വരുന്നത് ഞാൻ യഹൂദൻ്റെ ഒരു കടയെ കൊണ്ട് പാസ്റ്റർ നിർത്താൻ ഉദ്ദേശിക്കുക. ഒരു 2 മണിക്കൂർ കട നിൽക്കണം. യഹൂദൻ്റെ കടയാണ്, ഭാര്യയും ഭർത്താവുമുള്ള കടയ്ക്കകത്ത് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്. അവരെ കച്ചവടം നടത്തുന്നത് കണ്ടാൽ അങ്ങനൊരു ഷോപ്പറാണ് ഒരു മനുഷ്യൻ ലോകത്ത് കഴിയത്തില്ല. ഒരു ജോലിക്കാരും ഇല്ല, കെട്ടിയവരും കൂടെ ഒരു 5-8 ജോലിക്കാർ ചെയ്യേണ്ട ജോലി മുഴുവൻ മണി പോലെ ചെയ്യും. അത് അവരുടെ ബിസിനസ് ടാറ്റിക്സ്, മിടുക്കതാണ്. അപ്പോൾ ജർമ്മനി മുഴുവൻ അവരുടെ ബിസിനസ് കൊണ്ട് അവരുടെ ബാങ്ക്സും ഇൻഷുറൻസും മാർക്കറ്റും മുഴുവൻ പിടിച്ചെടുത്ത് ഗ്രാസ്പ് ചെയ്ത് മുഴുവൻ അവരുടെ കയ്യിലാക്കിയപ്പോൾ സാധാരണ ജർമ്മനിക്കാർക്ക് പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല യഹൂദൻ്റെ മുമ്പിൽ. ദൈവത്തിന് യഹൂദനെ പറ്റിയുള്ള പദ്ധതി തിരിച്ചവൻ്റെ നാട്ടിൽ പോകണമെന്നാണ്. ഇങ്ങനെ ഇവർ കച്ചവടം നടന്നിട്ട് ഇവർ പോകത്തില്ല. പക്ഷെ ഇവൻ യഹൂദൻ തിരിച്ചു വരണം. എന്തിനാ തിരിച്ചു വരേണ്ടത്? അന്ത്യകാല പ്രവചനം നിറവേറണമെങ്കിൽ. ഏത് അന്ത്യകാല പ്രവചനം? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ പറയണം, അല്ലേ? ഇപ്പൊ കർത്താവ് അവിടെ വരുമ്പോൾ യഹോവയുടെ നാമത്തിൽ വന്ന ഈ മശിഹ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയാൻ യഹൂദൻ അവിടെ ഉണ്ടായിരിക്കണം, ആ വാഗ്ദത്തം നിറവേറണമെങ്കിൽ. പക്ഷെ യഹൂദൻ പോകത്തുമില്ല. കച്ചവടങ്ങളിൽ പോകാൻ പറ്റുമോ? അപ്പം ദൈവം എന്തെന്നറിയാമോ? റഷ്യയിൽ നിന്ന് ഒരു ഉപദേശി അയച്ചു, ഒരു ജൂവിഷ് പ്രീച്ചർ, എങ്കൊരു പ്രോഫറ്റാണ്. അയാൾ ജർമ്മനി മുഴുവൻ നടന്ന് പ്രവചിച്ചു, യഹൂദൻ തിരിച്ചു പോകണം, വാഗ്ദത്ത നാട്ടിൽ തിരിച്ചു പോകണം, തിരിച്ചു പോയില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നു. ഇത് 1940s 1940 പ്രസംഗിക്കുന്നത്. ഇയാളുടെ പേര് വ്ളാഡിമിർ ഷെബോൻസ്കി എന്നാണ്. വ്ളാഡിമിർ ഷെബോൻസ്കി. ഈ വ്ളാഡിമിർ ഷെബോൻസ്കി എന്ന് പറയുന്ന, ഞാൻ ഡൽഹിയിൽ ഈ ക്ലാസ് എടുത്തപ്പോൾ കുഞ്ഞ് പെട്ടെന്ന് നെറ്റിൽ പോയി പേരടിച്ചിട്ട് അതിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും കൂടി എടുത്ത് നിങ്ങൾക്ക് നോക്കാം. വ്ളാഡിമിർ ഷെബോൻസ്കി എന്ന് പറയുന്ന ഈ മനുഷ്യനെ അവർ കൊന്നുകളഞ്ഞു. നോക്കിയേ, ദൈവം അവരുടെ ഇടയിൽ അയച്ച പ്രവാചകനെ അവർ കൊന്നുകളഞ്ഞു, അവരുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ. അപ്പോൾ ദൈവം തീരുമാനിച്ചു, നല്ല ചുട്ടയടി കൊടുത്തല്ലാതെ ഇവന്മാരും മര്യാദക്ക് തിരിച്ചു പോകത്തില്ലെന്ന്. ശ്രദ്ധിച്ചോണം, ഹോളോകോസ്റ്റിന്റെ കാരണം യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതിൻ്റെ പ്രതികാരമല്ല. പ്ലീസ് ടേക്ക് ഇറ്റ്. അതുകൊണ്ടല്ല, അവർ തിരിച്ചു പോകേണ്ട സമയമായപ്പോൾ തിരിച്ചു പോകാൻ മനസ്സില്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, മെഷിയാനിക് പ്രോമിസസ് അവരിൽ കൂടെ ഫുൾഫിൽഡ് ആകത്തില്ല എന്നുള്ളത് കൊണ്ട് ചുട്ട അടി കൊടുത്തല്ലാതെ ഇവർ തിരിച്ചു പോകത്തില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവം നാസികളെ അവർക്കെതിരായിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് ഈ ഹോളോകോസ്റ്റ് കൊണ്ടുവന്ന് 1942 അവരെ തകർത്ത് കളഞ്ഞു. ഓക്കെ, ഈ തകർച്ച കണ്ടു കഴിഞ്ഞപ്പോൾ സെക്യുലർ പൊളിറ്റീഷ്യൻസിനുണ്ടല്ലോ ഭയങ്കര സങ്കടമായി. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വേൾഡിന് ഭയങ്കര സങ്കടമായി. കാരണം അവർക്ക് മനസ്സിലായി ഇവരെ ഇങ്ങോട്ട് കൊല്ലാൻ പറ്റത്തില്ല. കാരണം
ഇവരെ ജർമ്മനിക്ക് ഒരിക്കലും ഹോംലാൻഡായിട്ട് അംഗീകരിക്കാനും ഇവർക്ക് ജർമ്മനിയെ ഹോംലാൻഡായിട്ട് അംഗീകരിക്കാനും പറ്റത്തില്ല. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഇവർക്ക് ഇവരുടേതായ ഒരു ലാൻഡ് ഉണ്ടാകണം കേട്ടോ. ദിസ് again was a new feature and of course meant that the Jews were desperate to have a place of their own. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു രാജ്യം ഉണ്ടായേ പറ്റത്തുള്ളൂ, മറ്റാരുടെയും ഭരണത്തിലല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കണമെന്ന ധാരണ അവരുടെ മനസ്സിൽ ഉറച്ചത് ഹോളോകോസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ പ്രോമിസ് ലാൻഡ് അവർക്ക് വേണമെന്ന് പറഞ്ഞു. ബ്രിട്ടനാണെന്ന് ലോകം മുഴുവൻ ഭരിക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാറിൽ പെർമനന്റ് ഫോഴ്സസ് ബ്രിട്ടനാണ്. ബ്രിട്ടൻ അവരോട് ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ നിങ്ങൾക്ക് കെനിയ ഞങ്ങളല്ലയോ ഭരിക്കുന്നത്, അവിടെ ചുമ്മാ കുറേ സ്ഥലം കൂടെ നമ്മൾ വെറുതെ കിടക്കുക, അങ്ങോട്ട് പോക്കോളാൻ പറഞ്ഞു. ഈ സായിപ്പിൻ്റെ ബുക്ക് എപ്പോഴും അങ്ങനെ കേട്ടോ. മനുഷ്യട്ട് പാര വെക്കാൻ ഇവരെ കഴിഞ്ഞ ഒരു ലോകത്തിൽ ആരും. അപ്പോൾ വിചാരിച്ച് യഹൂദരിട്ട് പാര കൊടുക്കുക, എന്തെന്നറിയാമോ? നേരെ ഇവനെ അങ്ങ് കെനിയയിലിട്ട് കടിച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇവർ പറഞ്ഞു, സായിപ്പിൻ്റെ ബുദ്ധി അങ്ങ് അവിടെ കയ്യിലിരിക്കട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പന്മാരുടെ നാടുണ്ട്, ഞങ്ങൾ അവിടെ പൊക്കോളാം, കെനിയ നിങ്ങളെടുത്തോളം പറഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട് തന്നെ വേണമെന്ന് പറഞ്ഞു. എന്താ അപ്പം അതുകൊണ്ടാണ് അവർക്ക് പ്രോമിസ് ലാൻഡ് കിട്ടിയത് എന്ന് പറയുമ്പോൾ, ഇപ്പം വെസ്റ്റേൺ ക്രിസ്ത്യൻസും പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ക്രിസ്ത്യൻസും അതിൻ്റെ ഒരുപാട് ഫോഴ്സ് നടത്തിയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്നുണ്ടാകുന്ന ധാരണ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രയേലിൻ്റെ റീപാട്രിയേഷൻ നടന്നതെന്നാണ്. ഇത്ര നമ്മൾ പറഞ്ഞപ്പോൾ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രയേലിൻ്റെ റീപാട്രിയേഷൻ നടന്നതെന്നാണ്. സോ ലിസൺ, അങ്ങനെ മാത്രം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മുഴുവൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ സന്തതിയായതുകൊണ്ട് ദൈവം ഇതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. എങ്കിൽ മാത്രമേ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിറവേറൽ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ചില ഇൻഡിക്കേഷൻസ് നോക്കണം. ചില ഇൻഡിക്കേഷൻസ്. നിങ്ങളാരും ഉറങ്ങിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. കുറച്ചുപേരൊക്കെ ചിരിക്കുന്നൊക്കെ ഉണ്ട്, ഷാജി മാത്യു പാസ്റ്റർ ഒഴികെ. ഷാജി മാത്യു പാസ്റ്റർ അല്ലെങ്കിൽ ഇച്ചിരി മസിൽ പിടിച്ചിട്ട് കൂടുതൽ നമുക്കറിയാം. നമുക്ക് പുള്ളിയെ പണ്ടേ അറിയാവുന്നൊരു കുഴപ്പമില്ല. ഓക്കെ, അനീ സാറേ അറിയോ? ഓക്കെ, അനീ സാർ ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഓക്കെ. 1948 UN അസംബ്ലിയിൽ വന്നിട്ട് ബെൻ ഗുരിയൻ എന്ന യഹൂദൻ പച്ചയ്ക്ക് പറയുക, ഞങ്ങൾ ഇസ്രയേൽ എന്ന രാജ്യം ഞങ്ങൾ ഫോം ചെയ്തു കഴിഞ്ഞു. അങ്ങ് കയറി അങ്ങ് പറയുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു രാജ്യം അവിടെ വേണോ വേണ്ടായോ എന്ന് അന്ന് തീരുമാനിക്കാൻ പവർ ഉള്ളവരായിരുന്നു UN. അന്ന് തീരുമാനിക്കാൻ പവർ ഉള്ളവരായിരുന്നു UN. ഇടയ്ക്ക് അവൻ്റെ കാര്യം ഇച്ചിരി കയറി അങ്ങ് പറയാൻ പാടും കേട്ടോ. ആ UN ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ഇച്ചിരി ലോക്കൽ ഭാഷയെ പറഞ്ഞാൽ യഹൂദനെക്കാളും കുറച്ച് ചൊറിച്ചിൽ കൂടുതലാണ്. അവര് 3 വൃത്തികേടുകളാണ് കാണിച്ചത്. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. വൃത്തികേട് നമ്പർ 1, ഉണ്ട്ര എന്നൊരു ഓർഗനൈസേഷനെ ഫോം ചെയ്തു. എന്നിട്ട് അതിനകത്ത് മുഴുവൻ ഹമാസ് ഭീകരരെ കുത്തി നിറച്ച്, എന്നിട്ട് സാറുമാരാണെന്ന് പറഞ്ഞ ഡോക്ടർമാരാണ്, നേഴ്സുമാരാണ്, വൈദ്യന്മാരാണ്, സാമൂഹിക പരിഷ്കാരക്കാരെന്ന് പറഞ്ഞ് ഇസ്രായേലിലോട്ട് അയച്ചു. അമ്മ ഒരു സിലബസ് ഉണ്ടാക്കിയത് മുഴുവൻ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ ഇസ്രായേൽ വിരോധം, ആന്റിസെമിറ്റിസം. എന്നിട്ട് അവരുടെ പള്ളിക്കൂടങ്ങളുടെ ഈ കൂടങ്ങളുടെ അടിയിലെല്ലാം എന്ത് ചെയ്യുന്നറിയാമോ? ബോംബ് കൊണ്ടുവച്ചു. ഇവർക്ക് ശമ്പളം കൊടുക്കുന്ന ആര്? UN ശമ്പളം കൊടുത്ത് ടോപ്പ് കാർഡുകാരെയും ടെററിസ്റ്റിനെ ഇസ്രയേലിലോട്ട് അയച്ചു. അമ്മാരെ ഒക്ടോബർ 7 പ്രോബ്ലം ഉണ്ടാക്കിയവർ, അതിനെ കൂട്ടുവന്നവർ, സഹായിച്ചവർ. UN ചെയ്ത ഒന്നാമത്തെ കാര്യം. UN ചെയ്ത രണ്ടാമത്തെ കാര്യം, ഇസ്രയേലിന് എതിരായിട്ട് ഒരു ലീഡർഷിപ്പ് UNന്റെ ടോപ്പിലുണ്ടായി. ടോപ്പ് ലീഡർഷിപ്പ്
അന്റോണിയോ ഗുട്ടറോസ്, എന്തോ മോട്ടോർ റോസ്റ്റാന്ന് എനിക്കറിയത്തില്ല, അയാളെ കണ്ടാലൊരു മോട്ടോർ റോസ്റ്റ് എന്ന് പറയുന്നത് നല്ലത്. ഇവൻ ഇസ്രയേൽ എന്ന് പറഞ്ഞ ചോദിച്ചില്ല, ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ചോദിച്ചില്ല കേട്ടോ, സഹിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അവന്മാരുടെ കീഴിൽ ഒരു ICC, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അങ്ങോട്ട് കൂടി കേട്ടോ. കൂടിയിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. എന്തോ പ്രഖ്യാപിച്ചു? ബെഞ്ചമിൻ നെതന്യാഹുവിനെ യുദ്ധ കുറ്റവാളിയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. എന്നിട്ട് അറസ്റ്റ് വാറണ്ടും അങ്ങ് ഓർഡർ ഇട്ടു. അറസ്റ്റ് വാറണ്ട് ഓർഡർ ഇട്ടു. ഞാനത് കേട്ടപ്പോൾ ഞാൻ സാധാരണ എല്ലാം പറയാനുള്ള വിറ്റ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. എനിക്ക് ഈ വിറ്റുകൾ കുറച്ചേ അറിയത്തുള്ളൂ, അതുകൊണ്ട് ഉള്ള വിറ്റ് വീണ്ടും 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 പറയേണ്ടി വരും. സംഭവം ഇതാണ്: ഒരു കുളം നിറയെ തവള കിടക്കുക, തവളക്കുളം, നിറച്ച് തവളയാണ്. അപ്പോൾ ഒരു കുട്ടിയാനെ അതിലെ പോയപ്പോൾ കുട്ടിയാനയ്ക്ക് ഈ കുളത്തിലിറങ്ങി കുളിച്ചാൽ കൊള്ളാൻ തോന്നി. പുള്ളി കുളത്തിലോട്ടങ്ങ് ചാടിയതിൽ വെള്ളം അങ്ങ് കിളന്നു. മനസ്സിലായി? വെള്ളം കിളന്നപ്പോഴത്തേക്ക് തവളയെല്ലാം കുറേ തവളയൊക്കെ പുറത്തായിപ്പോയി. ഒരു തവള ആനയുടെ മണ്ടയ്ക്കിരിക്കുക, ഒരു തവള ആനയുടെ മണ്ടയ്ക്കിരിക്കുക. അപ്പോൾ കരയ്ക്ക് പോയൊരു തവള ഈ ആനയുടെ പുറത്തിരിക്കുന്ന തവളയോട് വിളിച്ചു പറയാ, എടാ മുക്കണ അവനെ. മനസ്സിലായോ? അവനെ മുക്കി കൊല്ലാൻ ഈ കരയ്ക്കിരിക്കുന്ന തവള ആനപ്പുറത്തിരിക്കുന്ന തവളയോട് പറയാ, മുക്കണ അവനെ. ഇതാണ് എനിക്ക് ഓർമ്മ വന്ന്. ആര്? ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. ഇവിടെ പ്രമേയം അവതരിപ്പിച്ചത് ആരാ? സൗത്ത് ആഫ്രിക്കക്കാര്. ഇവരൊക്കെ ലോകത്ത് വല്ല വിലയുണ്ടോ? ബ്രിട്ടനോ ഫ്രാൻസോ അവതരിപ്പിച്ചെന്ന് പറഞ്ഞാൽ ശരിയാ. ഇവൻ എന്തോ ആരാണ് അവിടെ പോയി ഇസ്രയേലിന്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞ ഒരു ഒറ്റ സെന്റൻസ് എനിക്ക് ആയുസ് മറക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് എഴുതിട്ട് പറയാ, ഞങ്ങൾ ആരാ നിങ്ങൾ വിചാരിച്ചത്? വി ആർ നോട്ട് ഫ്രോഗ് ഇൻ ദ ഹോട്ട് വാട്ടർ. ചൂടുവെള്ളത്തിൽ കിടക്കുന്ന തവളയല്ല അങ്ങ് ചാടിപ്പോവാൻ. സിംഹക്കുട്ടികളാണ് ഞങ്ങൾ, ഞങ്ങളോട് കളിക്കരുതെന്ന് ശരിക്കും പറഞ്ഞു. ഇനി നിങ്ങൾ കേട്ടോണം, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ സമയത്ത് ഒരു ആപ്പീസ് ഫാസ്റ്റായിട്ട് അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുക. ആപ്പീസിന്റെ പേരെന്തെന്നറിയാമോ? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ആപ്പീസ്. കാര്യം എന്തെന്നറിയാമോ? ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പുറകോട്ട് മുന്നോട്ടും തിരിഞ്ഞു നോക്കാത്ത ഒരു മനുഷ്യനുണ്ട്. കയറി വന്നിട്ട് ആദ്യം പറഞ്ഞു, ആഹാ, ഇസ്രയേലിനെതിരായിട്ട് ആളുകളെ സംഘടിപ്പിക്കാനും നിയമം പാസ്സാക്കാനുമാണ് നിങ്ങളോട് നിൽക്കുന്നത്, അതിന് ഞാൻ കാശ് തരണമല്ലയോ? ഒറ്റ പൈസ അമേരിക്കൻ തരത്തില്ലെന്ന് പറഞ്ഞു. അമേരിക്കൻ തന്നില്ല, പൈസ കൊടുത്തില്ല, ഇവൻ കറണ്ട് ചാർജ് കൊടുക്കത്തില്ല, ആപ്പീസുമില്ല, ഫാനിനകത്ത് പെട്രോളും ഇല്ല, ശമ്പളവും ഇല്ല. ഇപ്പം എല്ലാവരും ഇതുകൊണ്ട് അങ്ങോട്ടേക്കാണ് നടക്കുക. ഞങ്ങൾ റാന്നിക്കാരൊരു ഭാഷ പറയാൻ എന്നോട് പറയുന്നില്ല കേട്ടോ. റാന്നിക്കാർ ഒരു അണ്ണാനെ പറ്റി ഒരു പറച്ചിൽ പറയും എന്ന് പറയുമ്പോൾ ഇവർ അങ്ങോട്ടേക്കൊണ്ട് നടക്കുക. ഇപ്പം എന്താ പൂട്ടിക്കെട്ടിന്ന് മനസ്സിലായോ? എന്താ പൂട്ടിക്കെട്ടിന്ന് മനസ്സിലായോ? ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. അവരൊരു ജാതിയെ വിട്ട് വേറൊരു ജാതിയുടെ അടുക്കലേക്കും ഒരു രാജ്യത്തെ വിട്ട് വേറെ രാജ്യത്തിൻ്റെ അടുക്കലേക്ക് പോകും. അവരെ പീഡിപ്പിക്കാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. എൻ്റെ അഭിഷക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും വരുത്തരുത്. 105 സങ്കീർത്തനത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്വർഗസ്ഥനായ ദൈവം ലോകത്തോട് എഴുതി പറഞ്ഞിരിക്കുക. അവരവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പോയിരിക്കും, തൊട്ടുപോകരുത്, എൻ്റെ വിശുദ്ധ പാത്രങ്ങളെ തൊടരുത്. തീർന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകം മുഴുവൻ അടയ്ക്കുവാണ് UN പോലും ഇസ്രയേലിനെ ചൊറിഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താൽ ഇന്ന് ആപ്പീസ് അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ബാക്കി മിടുക്കന്മാർക്കൊക്കെ എന്തോ സംഭവിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ 1948 നിങ്ങളെ കൊണ്ടുവരാൻ പോവാണ്. 1948 ഒരുത്തൻ നെഞ്ചു വിരിച്ചങ്ങ് പറഞ്ഞു, ഞങ്ങൾ രാജ്യം ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. UN എന്താ ചെയ്യേണ്ടത്? UN കൂടി, രക്ഷാസമിതി കൂടി, വലിയ പ്രവർത്തന സമിതി മുഴുവൻ കൂടി, ഡെലിബറേഷൻ തുടങ്ങി, വേണോ വേണ്ടയെന്ന് അതിഭയങ്കര ചർച്ചകളാണ്. ചർച്ചയ്ക്ക് അവസാനം ഇസ്രയേൽ എന്ന രാജ്യം വേണോ വേണ്ടായോ വോട്ടിടണം. നീ പറഞ്ഞ നിങ്ങൾ ഒരിക്കലും മറന്നുപോയത് കേട്ടോ, സോ ഇമ്പോർട്ടൻറ്റ്.
കാരണം നമ്മുടെ പ്രവചന വ്യാഖ്യാനങ്ങൾ ഒരുപാട് മാറിപ്പോകും. ഈ ഒരു കാര്യം നിങ്ങൾ അറിയുമ്പോൾ വോട്ടിട്ടപ്പം ബ്രിട്ടൻ അതിൽ വോട്ടിടാതെ മാറി നിന്നു. ബ്രിട്ടൻ വോട്ട് ചെയ്തില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടും ഒരു പക്ഷെങ്കിൽ അവസാനമായിട്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന അമേരിക്കയും യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന USSR ഒരുമിച്ച് ചേർന്ന് വോട്ടിട്ട് പ്രമേയം പാസാക്കി ഇസ്രയേൽ വേണമെന്ന്. എന്താ എനിക്കിത്ര വൈകാരികം എന്നറിയാമോ? ഒരുപാട് പേര് പറയും റഷ്യ വരും, റോഷ് വരും ഇസ്രയേലിനെ ആക്രമിക്കാൻ. റോഷ് ഇസ്രയേലിനെ ആക്രമിക്കാൻ വരും. റോഷ് റഷ്യയാണ്. റോഷ് റഷ്യയാണെങ്കിൽ റഷ്യ ആദ്യം എന്തോ ചെയ്യണം? UN പ്രമേയത്തിൽ മാറി നിൽക്കണം. ഇസ്രയേലോട് വേണ്ടെന്ന് പറയണം, ഇല്ലയോ? Am I making any sense? ഇസ്രയേലിനോട് വേണ്ടെന്ന് അവർ പറയേണ്ടത്. മറിച്ച് USSR ചരിത്രത്തിൽ ആദ്യമായിട്ട് പറഞ്ഞു ഇസ്രയേൽ അവിടെ വേണം. എന്താ ഇസ്രയേൽ അവിടെ വേണമെന്ന് USSR ഇത്ര ശക്തമായിട്ട് പറയാൻ കാരണം? ശക്തമായിട്ട് പറയാൻ ഒരു കാരണമേ ഉള്ളൂ. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കേ ഇരിക്കുന്നു. തനിക്കിഷ്ടമുള്ളത്തോട്ട് ദൈവം അതിനെ തിരിച്ചുവിടും. ആരെന്ത് തീരുമാനമെടുക്കണമെന്ന് അവരല്ല തീരുമാനിക്കുന്നത്. അവരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ കഴിവുള്ള വേറൊരാളുണ്ട്. ആളാണ് തീരുമാനിക്കേണ്ടത് എന്ത് വേണമെന്ന്, ആരെവിടെ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത്. റൈറ്റ്? ഇസ്രയേൽ നിലവിൽ വന്നു. ഔട്ട് ഓഫ് ഓൾ ഓട്ട്സ് പറഞ്ഞില്ലേ, USSR വരെ മുൻപോട്ട് വന്ന് അമേരിക്കയോട് ചേർന്ന് നിന്ന് പ്രമേയം പാസാക്കി ഇസ്രയേലിനെ രാജ്യമായിട്ട് പ്രഖ്യാപിപ്പിച്ചുവെങ്കിൽ, ഞാൻ പറഞ്ഞ സ്വർഗത്തിൽ വസിക്കുന്നവൻ തീരുമാനിക്കും ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന്. ഇനിയും തൻ്റെ ജനത്തെ അവിടെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യവും 9ഉം 10ഉം വാക്യങ്ങളും ബാബുകർ ശ്രദ്ധിച്ച് വായിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചത് കേട്ടിരുന്ന ബാബുകർ നിർത്തി വായിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യവും 9ഉം 10ഉം വാക്യം ബാബുകർ വായിച്ചാട്ടോ. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്ത് നിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചുകൊണ്ടുവരും. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചു കൊണ്ടുവരും. മനസ്സിലായോ? പ്ലെയിനെ കയറ്റിക്കൊണ്ട് വരുമെന്ന് നിന്റെ പുത്രിമാരെ. ബാക്കി, അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ഇനി നമ്മൾ 9ഉം 10ഉം വാക്യം. ദൂരത്തു നിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുക കൊണ്ട് ഇസ്രായേലിന്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന് ദ്വീപുവാസികളും തർശീസ് കപ്പലുകൾ ആദ്യമായും എനിക്കായി കാത്തിരിക്കുന്നു. അന്യജാതിക്കാർ നിന്റെ മതിലുകളെ പണിയും, അവരുടെ രാജാക്കന്മാർ നിനക്ക് ശുശ്രൂഷ ചെയ്യും. എന്റെ ക്രോധത്തിൽ ഞാൻ നിന്നെ അടിച്ചു, എങ്കിലും എന്റെ പ്രീതിയിൽ എനിക്ക് നിന്നോട് കരുണ തോന്നും. എന്റെ ക്രോധത്തിൽ ഞാൻ നിന്നെ അടിച്ചതാ, പക്ഷെ എന്റെ പ്രീതിയിൽ എനിക്ക് നിന്നോട് കരുണ കാണും. അല്ലേ? അപ്പൊ ഇനി നിനക്ക് ഇവിടെ സെറ്റിൽ ആകുമ്പോഴേ, ഞാൻ മുമ്പ് കിബൂട്സിന്റെ കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? വലിയ മതിലൊക്കെ പണിയുണ്ടായോ അതിന് ചുറ്റും? ആരാ മതിൽ പണിയേണ്ടത്? തൻ്റെ ഗാസ കിടക്കുന്നവര്, ആരബ്സ്, അമ്മരെയാണ് കൂലിക്ക് വിളിച്ചേക്കുന്നത്. ഡെയിലി രാവിലെ അവിടെ ചെന്ന് മതിൽ പണിയൊക്കെ കഴിഞ്ഞ് കൂലിയും മേടിച്ച് റേറ്റും മേടിച്ച് സന്ധ്യക്ക് അവൻ തിരിച്ചു പോകും. അവൻ അറിയത്തില്ല ഇവനെ അതിനെ അവിടെ വിളിക്കത്തുള്ളൂ എന്ന് സ്വർഗസ്ഥനായ ദൈവം
ആയിരക്കണക്കിന് വർഷം മുമ്പ് തൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഈ മണ്ണ് യഹൂദൻ്റെയാണ്, ഈ ആകാശവും യഹൂദൻ്റെയാണ് കേട്ടോണേ. യഹൂദൻ അവിടുന്ന് പോയി, പിന്നെന്തോ ഇല്ല, മഴയുമില്ല, മഞ്ഞുമില്ല, മഴയുമില്ല. ഇസ്രയേലിൻ്റെ കാലാവസ്ഥയെ 2 ഫാക്ടേഴ്സാണ് നിയന്ത്രിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചാർട്ടും മാപ്പൊന്നും എടുത്തിട്ടില്ല, കാര്യം എനിക്ക് കുറേ പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. വേറൊരു ദിവസം നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ആ മാപ്പെല്ലാം കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, പടിഞ്ഞാറൻ കോസ്റ്റ് മുഴുവനും മെഡിറ്ററേനിയൻ കടലാണ്, കിഴക്ക് മുഴുവനും അറേബ്യൻ മരുഭൂമിയാണ്. ഈ പടിഞ്ഞാറ് നിന്ന് വാട്ടർ മോയ്സ്ചറുള്ള ജലകണികകൾ ധാരാളമുള്ള കാറ്റിങ്ങോട്ട് അടിച്ചാൽ ഇവിടെ മഴ പെയ്യും. ഇനി അല്ലെങ്കിൽ കിഴക്ക് നിന്നുള്ള ഉഷ്ണക്കാറ്റാണ്, അറേബ്യയിലെ മണൽക്കാറ്റടിച്ചാൽ ഇവിടെ മുഴുവൻ നശിച്ചു പോകും. വർഷങ്ങളായിട്ട് ഇവിടെ മണൽക്കാറ്റേ ഉള്ളൂ, മനസ്സിലായോ? വർഷങ്ങളായിട്ട് ഇവിടെ മണൽക്കാറ്റേ ഉള്ളൂ. ഈ മണൽക്കാറ്റില്ലാതെ അടുത്ത വിൻഡ് വരണമെന്നുണ്ടെങ്കിൽ അത് ദൈവമാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ യഹൂദൻ ഇറങ്ങിയത് മുതൽ ബാരൻ ലാൻഡാണ്. ബാരൻ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വകയുണ്ടാകത്തില്ല. അവിടെ വലിയ ആഗ്രഹത്തോടെ ആൾക്കാർ വന്ന് ഇങ്ങനെ കയറി താമസിക്കും. പ്രത്യേകിച്ച് ഒട്ടോമൻ എംപയറിൻ്റെ കാലത്ത് ഒന്നും നടക്കത്തില്ല, ഒട്ടോമൻസിൻ്റെ കയ്യിലാണിത്. 19th സെഞ്ച്വറിയിൽ മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ അമേരിക്കൻ എഴുത്തുകാരൻ ഈ സ്ഥലം സന്ദർശിക്കാൻ വന്നു. ശ്രദ്ധിച്ചോണേ, മാർക്ക് ട്വെയിൻ 19th സെഞ്ച്വറിയിൽ. മാർക്ക് ട്വെയിൻ വന്ന് ഈ സ്ഥലം സന്ദർശിച്ചിട്ട് അയാൾ അമേരിക്കയിൽ നിന്നുള്ള പത്രങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള ഫോട്ടോ പ്രസിദ്ധീകരിച്ചു, ബാരൻ ലാൻഡ്. ഈ ബാരൻ ലാൻഡിനെ പറ്റി മാർക്ക് ട്വെയിൻ എഴുതിയ എഴുത്തുകളും താൻ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണങ്ങൾ കണ്ടിട്ട് ധാരാളം ആളുകൾ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഇങ്ങോട്ട് വരാൻ തുടങ്ങി. എന്തിനു വേണ്ടി? ഈ ലാൻഡ് കാണുന്നതിന് വേണ്ടി. 1948 യഹൂദൻ ഇവിടെ വന്നു, രാജ്യം സ്ഥാപിക്കപ്പെട്ടു. യഹൂദൻ രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞപ്പം അതിഭയങ്കരമായ മഴയുണ്ടായി. ഇനി മിഡിൽ ഈസ്റ്റിൻ്റെ കാലാവസ്ഥ പറയുന്ന ഒരു പ്രസിദ്ധനായ ഇംഗ്ലീഷുകാരനുണ്ട്, അയാളുടെ പേര് ഫിലിപ്പ് ഏണസ്റ്റ് എന്നാണ്. BBC-യിൽ വർഷങ്ങളായിട്ട് കാലാവസ്ഥ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ പേരായിരുന്നു ഫിലിപ്പ് ഏണസ്റ്റ്. ഞാൻ ഈ പേരൊക്കെ സ്പെല്ലിങ് സഹിതം നിങ്ങൾ പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നതിനാണ്. ഫിലിപ്പ് ഏണസ്റ്റിനോട് ഒരിക്കൽ ബ്രിട്ടനിലെ ഒരു ചേർച്ച് ചോദിച്ചു, മിഡിൽ ഈസ്റ്റിലെ കഴിഞ്ഞ 100 വർഷങ്ങൾ നടന്ന പെയ്ത മഴയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് എടുത്തു തരാമെന്ന്. The statistics of the rain for the last 100 years. അപ്പോൾ പറഞ്ഞത് 1948 ഇസ്രയേൽ തിരികെ വന്നപ്പോൾ, ഇസ്രയേൽ രാജ്യം സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിഭയങ്കരമായ മഴയുണ്ടായി. മിഡിൽ ഈസ്റ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെയിൻഫോൾ, the highest ever rainfall in the entire history of the Middle East എന്ന് പറയുന്നത് 1875-ലാണ്, 1875. ഇത് രേഖകൾ, റെക്കോർഡ്സാണ്, ചുമ്മാ ബടായി പറയല്ല. 1875 എന്താ 1875 സംഭവിച്ചത്? 1875 ആദ്യമായിട്ട് ഒരു വലിയ കപ്പൽ നിറച്ച് യഹൂദന്മാര് ഇസ്രയേലിലോട്ട് വരുന്നത്. യഹൂദന്മാർ ഇസ്രയേൽ വന്ന് ഇസ്രയേലിൻ്റെ തീരത്ത് കപ്പലെടുത്തിട്ട് ഇവർ ഇസ്രയേലിൻ്റെ മണ്ണിലോട്ട് കാലെടുത്ത് ചവിട്ടുകയും ആകാശത്ത് അതിഭയങ്കരമായ കാർമേഘങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ട് ചരിത്രത്തിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത ഇടിവെട്ടി മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. ഒരു റാബായി കൈ ഉയർത്തിയിട്ട് പറഞ്ഞു,
The rain has come, Israel also came. മഴ വന്നു, ഇസ്രയേലും വന്നു. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ ആകാശം എന്തിനാ അടഞ്ഞു കിടക്കുന്നത്? മഴ പെയ്യാതെ. ആകാശത്തോട് ചോദിച്ചിരുന്നെങ്കിൽ, വാക്കും ഭാഷണവും ഇല്ലാതെ ഇപ്പം വിളിച്ചു പറയുന്നു, പക്ഷെ സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവന് വിളിച്ചു പറയുമായിരുന്നു, ഇത് ഇസ്രയേലിനെ തണുപ്പിക്കാനുള്ള വെള്ളമാണ്. അവനെ കൊല്ലാൻ വേണ്ടി, അവൻ്റെ വീടിടിച്ച് കളയാൻ വേണ്ടി, അവൻ്റെ വസ്തുവകൾ കവർന്നു തീർക്കാൻ വേണ്ടി ഇവിടെ കുറേ എണ്ണം കയറി വന്നിട്ടുണ്ട്. അവൻ ഓരോണ്ണം ഇവിടെ താമസിക്കാൻ പാടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. എന്താ ഇസ്രയേലിന്റെ മണ്ണിന്റെ പ്രത്യേകത? കേട്ടോണേ. AD 70 അവർ ഈ നാട് വിട്ടുപോവുക. ഈ ചരിത്രം നിങ്ങൾ നല്ലതുപോലെ അറിഞ്ഞേ പറ്റത്തുള്ളൂ. AD 70 അവർ ഈ നാട് വിട്ടുപോകുമ്പോൾ ഉടുതുണി മാത്രം കൊണ്ടാണ് ഓടിപ്പോകുന്നത്. കാര്യം കർത്താവ് അവരോട് പറഞ്ഞു, എന്താണ്? വീടിന് മേളിലിരിക്കുന്നവൻ പുതപ്പെടുക്കാനായിട്ട് താഴോട്ട് ഇറങ്ങരുത്. വയലിലിരിക്കുന്നവൻ വീട്ടിൽ ചെന്ന് പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിക്കരുത്, അവിടുന്ന് പൊയ്ക്കോണം. അതാണ് നിങ്ങളുടെ ഓട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഓടിപ്പോയപ്പോൾ അതുവരെ എഴുതി തീർത്തിരുന്ന, ലിസൺ ടു മീ കെയർഫുള്ളി, അതുവരെ എഴുതി തീർത്തിരുന്നതായ വിശുദ്ധ പുതിയ നിയമത്തിന്റെ ഒറിജിനൽ കോപ്പീസ് മുഴുവനും കളഞ്ഞിട്ടാണ് അവരവിടുന്ന് ഓടിപ്പോയത്. അപ്പം വിശുദ്ധ പുതിയ നിയമത്തിന് 2 തരം കോപ്പികളുണ്ട്. ഒന്നാമത്തെ കോപ്പി ഒറിജിനൽ റൈറ്റേഴ്സ് എഴുതിയ ഹീബ്രു റൈറ്റിംഗ്സ്. ഉദാഹരണം, യഹൂദനായ മത്തായി യഹൂദന്മാരായ തൻ്റെ വായനക്കാർക്ക് യേശുക്രിസ്തു യഹൂദന്മാരുടെ രാജാവാണ് എന്ന് വിശുദ്ധ പഴയ നിയമത്തിൽ നിന്ന് തെളിയിക്കുന്നതിന് വേണ്ടി, വിശുദ്ധ എബ്രായ ഭാഷയിൽ എഴുതിയ മത്തായിയുടെ സുവിശേഷം. നമ്മുടെ ബൈബിൾ കോളേജിലെല്ലാം ഗ്രീക്ക് പഠിപ്പിക്കുക, എടുത്തിട്ട് ഗ്രീക്ക് പഠിപ്പിക്കുക. കേട്ടോണേ. ഇതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒറിജിനൽ കോപ്പി ഹീബ്രുവിൽ എഴുതിയത്, അത് ആരുടെയിലുണ്ട്? യഹൂദന്മാരുടെയിലുണ്ട്. യവന സഭകൾക്ക് വേണ്ടി പരിഭാഷപ്പെടുത്തിയുള്ള ഗ്രീക്ക് കോപ്പികൾ ആരുടെയിലുണ്ട്? ഇസ്രയേലിന് പുറത്ത് താമസിക്കുന്ന കൊരിന്തിലും എഫസോസിലും തെസലോനിക്കയിലും ഒക്കെ താമസിക്കുന്ന ജാതീയ സഭകളുടെയിലുണ്ട്. ജാതീയ സഭകളിലുള്ളത് ഗ്രീക്ക് കോപ്പിയും യഹൂദന്മാരുടെ കയ്യിലുള്ളത് ഒറിജിനൽ ഹീബ്രു കോപ്പി. ഇത് മുഴുവൻ കളഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ ആ മണ്ണിൽ വേറൊരുത്തം വന്ന് വീട് വെച്ചാൽ, ശ്രദ്ധിച്ചോണം, ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഭൂകമ്പം ഉണ്ടായി, നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായി, വീടുകൾ മുഴുവൻ ഇടിഞ്ഞ് ഇത് മുഴുവൻ മണ്ണിനടിയിലായി. ഇത് മുഴുവൻ ബൈബിളിക്കൽ റെക്കോർഡ്സ് മുഴുവൻ മണ്ണിനടിയിലായി. ഈ മണ്ണിനടിയിൽ കിടക്കുകയാണ് ഈ വെൽത്ത്. ഏത് വെൽത്ത്? വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒറിജിനൽ ഹീബ്രു സ്ക്രിപ്റ്റ്സ് കിടക്കുക. ഇതറിയാൻ വയ്യാത്ത ഒരുത്തൻ അതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് കെട്ടിടം കെട്ടി 3 നില കെട്ടിടം പണിത് കഴിഞ്ഞാൽ ഇത് പുറത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. പ്ലീസ് ലിസൺ ടു മീ വെരി കെയർഫുള്ളി. അവൻ അതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് കെട്ടിടം പണിതാൽ ഒന്നിലും അവൻ കുടിച്ചിട്ട് ദൂരെ കളയാം. അവനറിയാമോ? പോത്തിന് എന്താ ഏത്തക്ക എന്ന് പറയും പോലെ അവനറിയത്തില്ല. അല്ലെങ്കിൽ കെട്ടിടം പണിതാൽ ഇത് ഒരിക്കലും തിരിച്ചു വരത്തില്ല. ഫോളോ മീ. അതുകൊണ്ട് ഒരു വിജാതികൻ അവിടെ ഒരു ബിൽഡിംഗ് പണിയാൻ സ്വർഗസ്ഥനായ ദൈവം അനുവദിച്ചില്ല. കാരണം അവിടെ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അവന് വെള്ളം വേണം, താമസിക്കണമെങ്കിൽ മഴ വേണം, കുടിക്കാനെങ്കിലും വെള്ളം വേണം. അത് കൊടുക്കാതെ വന്ന് ഓരോരുത്തരും ദൈവം ഓടിച്ചു. ലിസൺ ടു മീ കെയർഫുള്ളി. 1870 വരെ, 1870 വരെ ഒരൊറ്റ പുറജാതിക്കാരൻ അവിടെ കുടിലല്ലാതെ കെട്ടിടം വെക്കാൻ സമ്മതിക്കത്തില്ല. ആരും സമ്മതിക്കത്തില്ല? യഹൂദനല്ല സമ്മതിക്കാത്തത്, ആകാശം സമ്മതിക്കത്തില്ല. പറ്റത്തില്ലെന്ന് പറയും. 1870 വരെ. 1870 ശേഷം യഹൂദന്മാരോട് വന്നതുകൊണ്ട് അവരോടുകൂടി ആര് വന്നു? ഒരു വിഭാഗം ആർക്കിയോളജിസ്റ്റ് വന്നു. ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ തുരപ്പന്മാര്, മണ്ണ് തുറക്കുന്നവർ.
ഈ തുരപ്പന്മാർ തുരങ്ങാൻ തുടങ്ങിയപ്പം കണ്ടുപിടിച്ചത് മുഴുവൻ വേദപുസ്തകത്തിന്റെ ഒറിജിനൽ ഹീബ്രു കോപ്പികൾ. ഏത്? പുതിയ നിയമത്തിന്റെ വെളിപ്പാട് പുസ്തകത്തിന്റെ ഹീബ്രു കോപ്പി. വെളിപ്പാട് പുസ്തകം ഗ്രീക്കാന്ന് പറഞ്ഞ് നമ്മുടെ ബൈബിൾ കോളേജുകാർ എടുത്തിട്ട് കളയ്ക്കുക. 1870 ബിബ്ലിക്കൽ ആർക്കിയോളജി ആരംഭിച്ച് ഇത് മുഴുവനും അവർ കുടിച്ചെടുത്ത് അത് പഠിച്ച് അതിനെ ഡിസീഫർ ചെയ്ത് എഴുതി വെച്ച് ആ വെൽത്ത് മുഴുവനും പിൽക്കാലത്ത് ഹീബ്രു യൂണിവേഴ്സിറ്റി ഓഫ് ജെറുസലേമിൽ കൊണ്ടുവച്ചു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെയും വെളിപ്പാട് പുസ്തകത്തിൻ്റെയും എബ്രായ ലേഖനത്തിൻ്റെയും റോമാലേഖനത്തിൻ്റെയും ഉൾപ്പെടെ ഒറിജിനൽ ഹീബ്രു ബൈബിൾ എവിടെ ഇരിപ്പുണ്ട്? ഹീബ്രു യൂണിവേഴ്സിറ്റി ഓഫ് ജെറുസലേമിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഈ വിവരം ലോകത്തിന് ലഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ഗ്രീക്ക് കോപ്പി മാത്രം അവൈലബിൾ ആയിരുന്ന കാലത്ത് എഴുതിയതായ വേദശാസ്ത്ര അജ്ഞന്മാര് ഇത് മുഴുവൻ ഗ്രീക്കാന്ന് പറഞ്ഞ് വ്യാഖ്യാനം ഇറക്കിയിട്ട് അവരിറക്കിയതായ ഗ്രീക്കിന്റെ വ്യാഖ്യാനങ്ങളാണ് ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞ് ഇന്ന് വെസ്റ്റേൺ തിയോളജി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സ്വർഗസ്ഥനായ ദൈവത്തിന് നിർബന്ധമുണ്ട് വിശുദ്ധ എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ട വേദപുസ്തകത്തിന്റെ കോപ്പികൾ സംരക്ഷിക്കപ്പെടണം. വേറെത്തിന് അവിടെ ഒന്ന് വീട് വെച്ച പറഞ്ഞല്ലോ, അവന്റെ അപ്പാർട്ട്മെന്റും പണിത് അവന്റെ 4 നില കെട്ടിടം പണിത് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ മണ്ണിനടി കിടക്കത്തുള്ള നശിപ്പിച്ചു പോകും, തിരിച്ചു വരാൻ കഴിയത്തില്ല. യു ഗോട്ട് ദ പോയിന്റ്? അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? മഴ കൊടുത്തില്ല, ഒറ്റയൊരുത്തിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. പക്ഷെ ഞാനിപ്പോൾ നിർത്താൻ പോവാണ്. ബിക്കോസ് മൈ ടൈം യുവർ ടൈം ലിമിറ്റ് ആൻഡ് യുവർ പേഷ്യൻസ് ഈസ് ഓവർ. ബെന്നിച്ചൻ ഇങ്ങനെ ഇരുന്ന് പിരിയാണല്ലേ ബെന്നിച്ച? എത്ര നേരം എന്ന് തീരും എൻ്റെ കഷ്ടം അല്ലേ ബെന്നിച്ച? ഇനി പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ തീർക്കാം. നോക്കണേ, യഹൂദൻ വന്നു, മഴ വന്നു, ബിൽഡിങ് തുടങ്ങി, കൃഷി ചെയ്യാൻ തുടങ്ങി, മണ്ണ് കളയ്ക്കാൻ തുടങ്ങുന്ന ഓരോ പ്രാവശ്യവും വെട്ടുന്നത് കുഴിച്ചെടുക്കുന്ന മുഴുവനും വേദപുസ്തകത്തിന്റെ റിട്ടൺ കോപ്പീസാണ്. ഏത് റിട്ടൺ കോപ്പീസ്? ഒറിജിനൽ റിട്ടൺ കോപ്പീസ്. ലാസ്റ്റ് കോപ്പി ശ്രദ്ധിച്ചോണം, ലാസ്റ്റ് കോപ്പി കുഴിച്ചെടുത്തെന്നാണ് നമ്മുടെ ക്ലാസ്സുകൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2006 ജൂൺ 15 2006 ജൂൺ മാസം 15-ാം തീയതി ഒരു അയർലൻഡുകാരനായ ഒരു കൂലിവേലക്കാരൻ യെരുശലേമിൽ പൈപ്പ് കുഴിക്കുന്നതിന് വേണ്ടി കുഴിച്ചുകൊണ്ടിരിക്കുമ്പം അവൻ്റെ പിക്കാസി ഒന്ന് പൊത്തോ എന്ന് പൊട്ടുന്ന ഒരു സാധനത്തെ പൊട്ടി. ഇവൻ കുഴിച്ചെടുത്തു, ഇതാ ഇങ്ങനെ ഇരിക്കുന്നു പൊതിവ് പോലെ. ഇവൻ്റെ പിടിയും കിട്ടത്തില്ല. അവിടെ മുഴുവൻ ആർക്കിയോളജിസ്റ്റാണ്. അവരെ വിളിച്ചു വരുത്തി. അവർ നോക്കുമ്പോൾ എന്താ ഇങ്ങനെ തുറന്നിരിക്കുക ഒരു പുസ്തകം, വലിയ പുസ്തകം. അതിന് 1-ാമത്തെ ചാപ്റ്റർ 83-ാം സങ്കീർത്തനം. 83-ാം സങ്കീർത്തനം ആരെഴുതിയത്? ആസാഫ് എഴുതിയത്. എന്തുവാ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്? വരുവീൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക എന്ന് പറയുന്ന 10 രാജ്യങ്ങളുടെ പേര് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇത് നടക്കുമ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധവും നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ആദ്യം എല്ലാവരും വിചാരിച്ച് ഇസ്രായേൽ ജയിക്കുമെന്ന്. അമേരിക്ക പോലും, ജോർജ് ബുഷ് പോലും ഇസ്രായേലിനെ കൈവിടുന്ന സമയത്ത് തോറ്റുപോകുന്നവർ പേടിക്കുമ്പോൾ ഇതാ ഈ പുസ്തകം അവരുടെ കൈ കിട്ടി. പുസ്തകത്തിൽ എന്താ പറയുന്നത്? വരുവീൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാൻ നാം അവരെ മുടിച്ചു കളക. ഇങ്ങനെ പറയുന്നവർ നോക്കിയോണേ, ഹെസ്ബുല്ലയുടെ കൂടെ ചേർന്ന 10 പേരുടെയും പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്രായേലിന് മനസ്സിലായി ഈ യുദ്ധം നടക്കുമെന്ന് എത്ര ആയിരം കൊല്ലം മുമ്പ് ദൈവം പ്രവചിച്ചതാണ്. അതിപ്പം നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം ഞങ്ങളെ ജയിക്കാം, അവർ ജയിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഇസ്രായേലിന് തിരിച്ചു കിട്ടി. 2006 ജൂൺ 15 നടന്ന സംഭവമാണ് ഈ പറയുന്നത്. ഇസ്രായേൽ ജയിച്ചു. അപ്പൊ ഇസ്രായേലിന്റെ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന മുഴുവനും ദൈവവചനമാണ്. അപ്പം ഇസ്രായേൽ ഇൻ ദ എൻഡ് ടൈം എന്നുള്ള എൻ്റെ ക്ലാസിൻ്റെ
ഒരു ഭാഗം ഇന്നിപ്പോൾ തീർന്നു. എവിടെ? അവരുടെ റീപാട്രിയേഷൻ എന്ന ഒന്നാമത്തെ ഭാഗം തീർന്നേ ഉള്ളൂ. റീപാട്രിയേഷൻ എന്ന ഒന്നാമത്തെ ഭാഗം തീർന്നേ ഉള്ളൂ. ഇനി നമുക്ക് 6 ഭാഗങ്ങളൂടെ പഠിക്കാൻ ബാക്കിയുള്ളൂ. ദൈവം നമുക്ക് സമയം തരുന്നതനുസരിച്ച് വീണ്ടും നമുക്ക് ബാക്കി പഠിക്കുന്നതിന് കൂടാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. May the Lord bless all of you abundantly, exceedingly. Thank you very much.